ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ ഗ്രാമത്തിലേക്ക് പോയി ഇവരുടെ വീടുകൾ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഇവരുടെ പുറകെ പോകാം. അത് നല്ല ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരമൊക്കെ തൊട്ട് തന്നു, അതുകൊണ്ട് തന്നെ നല്ലൊരു മധുരം തന്നു. അതിനുശേഷം നമ്മൾ വെൽക്കം ചെയ്ത് പാട്ടുകൾ പാടി ഞാൻ അവരോടൊപ്പം ഡാൻസ് കളിച്ചു. അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു. ഇവരുടെ വീടുകളിലേക്ക് പോകുന്നു. അവർ ഭയങ്കര റഷാണ്. കാരണം അവർ പറയുന്നത് വീട്ടിൽ ചെന്നിട്ട് വേണം അത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. കാരണം വീട്ടിൽ പശുക്കളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അവരുടെ വർക്ക് ഫീൽഡിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് സംഗതികൾ മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മളുടെ കൂടി പ്രധാനം ചെലവഴിച്ചത്. ഇന്ന് നമ്മുടെ വീടുകളിൽ പോയിട്ട് ആ വീടിന്റെ ഉള്ളൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ. അത് വളരെ സ്പെഷ്യൽ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. നമുക്ക് വീടൊക്കെ കണ്ട് അവരെങ്ങനെയാണ് ഒരു ദിവസത്തെ ഡെയിലി റൂട്ടീൻസ് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിച്ചു പോരാം കേട്ടോ. പാവപ്പെട്ടുള്ള ആളുകൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലെ വീടുകളുടെ ഉൾവശമാണ്. ഉൾവശം നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം കേട്ടോ. നമുക്ക് നടന്ന് ഗ്രാമത്തിലേക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് പശുത്തൊഴുത്താണ് കയറി വരുമ്പോൾ തന്നെ. ഇതൊക്കെ ഇവരുടെ തൊഴുത്താണ്. അപ്പുറം ഇത് മുഴുവനും ഇവരുടെ ജീവനോപാധിക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. പശു ഹാപ്പി, നമ്മളും ഹാപ്പിയാണ്. കാരണം ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ ഉപജീവന മാർഗമാണെന്ന് പറയുന്നത് ഈ കാലിവളർത്തൽ എന്ന് പറയുന്നത്. അപ്പൊ അവർ നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത്. ഇങ്ങനെ കാണിക്കാനും എത്ര വെൽക്കമിങ് ആണെന്ന് അറിയാമോ. വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഗൗരി ഹേ ഗൗരി 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 പോലെ അപ്പൊ നമ്മളിത് അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് നോക്കിയത് ഒരു വീട്, അതോടൊപ്പം തന്നെ അപ്പുറത്ത് മറ്റൊരു വീടും കൂടിയാണ്. ഈ രണ്ട് വീടും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഈ വീടിന്റെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം മുറ്റത്ത് നടുമുറ്റമാണ്. നടുമുറ്റത്തിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടെ പാചകശാല എന്ന് പറയുന്നത്. പാചകശാല ഇവർക്ക് അറിയാമല്ലോ, ഇവരുടെ ട്രഡീഷൻ അനുസരിച്ച് ഇവർ മുറ്റത്തിൽ നിന്നാണ് പാചകം ചെയ്യുന്നത്. പിന്നെ വീട് നീ കാണാം. അതോടൊപ്പം തന്നെ വീടിന്റെ മുറ്റത്ത് നല്ല വലിയൊരു വേപ്പിൻ മരം ഉണ്ട്. ഇനി അപ്പുറത്ത് നമുക്ക് നീല കളറിലൊരു വീട് കാണാം. അപ്പൊ
അപ്പൊ നമ്മളിത് 5ാമത്തെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ആടുകളെ വളർത്തുന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ കയറി വരുമ്പോഴ് സംസാരിക്കാം. ഹിന്ദി അറിയാത്ത ആളുകളെങ്കിലും ചെറുതായിട്ടൊന്ന് സംസാരിക്കാം. आपका नाम क्या है? അജിത്തിന്റെ വീടാണ്. आपका घर है? നടന്ന് കഷ്ടപ്പെട്ടത് ക്യാമറാമാൻ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുത്ത് മുന്നോട്ട് നോക്കുമ്പോ നമ്മുടെ പിള്ളേർ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കാൻ കാരണം വരുന്ന വഴി യാത്രയിൽ മുഴുവനും കണ്ട കാര്യമാണ് ഈ കല്ലുമുൾച്ചെടി എന്ന് പറയുന്നത്. യാത്രയിൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും മരുഭൂമിയിൽ കാണുന്ന കല്ലുമുൾച്ചെടി എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്നത്. ഞങ്ങളിങ്ങനെ വന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലൊക്കെ ചോദിക്കണമെന്ന് കയറി വേണമെങ്കിൽ ചായ കുടിച്ചൊന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. അവര് നമ്മളുടെ വുമൻ എംപവർമെന്റ് സെല്ലിലല്ലേ അവിടെ ഉണ്ടായിരുന്ന കൂട്ടത്തിലെ ചേച്ചിമാരാണ്. എത്ര സ്നേഹമാണ്. നമ്മൾ പുറത്തൊരു സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് വേണ്ടി ഒന്ന് വിശ്രമിക്കാൻ സ്ഥലം തരുന്നു, ചായ കുടിച്ചിട്ട് പോകാന്ന് പറയുന്നു, തണുത്ത വെള്ളം തരുന്നു. അങ്ങനെ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇവിടുത്തെ ആളുകൾ പെരുമാറുന്നതെന്ന് അറിയാമോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം മഴ പെയ്യില്ലായിരിക്കാം, ഭയങ്കര ചൂടായിരിക്കാം, ആവശ്യത്തിനുള്ള ഫണ്ടോ റിസോഴ്സസോ ഒന്നും ഇവിടെ ഇല്ല. ഒരു അസുഖം വന്നാൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ആശുപത്രി ഇല്ല, പെട്ടെന്ന് പോയി ഒരു സിനിമ കാണാനോ പറ്റത്തില്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പോഴെന്താണ് അവരുടെ ഇടയിലുള്ള സ്നേഹങ്ങൾ വലുതാണ്. അതാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് രാജസ്ഥാനിലെ ജനങ്ങളെ സ്വാഗതം ചെയ്തത്. അത് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പൊ നമ്മളുടെ ഈ വീട്ടിലെ ആട് വളർത്തൽ കേന്ദ്രമാണ്. ഇങ്ങനെ കുനിഞ്ഞു വേണം നമുക്ക് ഇവിടെ കയറാൻ വേണ്ടി. ഇവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഇവിടെ പുലിയും കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആടുകളെയൊക്കെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കെട്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. കൊള്ളാമല്ലേ? ഇവിടുത്തെ തൊഴുത്ത് കണ്ടാൽ അറിയാൻ സാധിക്കും. ഈ തൊഴുത്ത് മുഴുവനും മുൾവേലികൾ കൊണ്ട് ഇവർ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതിനൊരു റീസൺ ഉണ്ട്. നമുക്ക് ഇവിടെ ആടുകളൊക്കെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഈ ആടുകൾക്ക് ഈ മുൾവേലി തകർത്തുകൊണ്ട്, മുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന, മുൾവേലി തകർത്തുകൊണ്ട് മുകളിലേക്ക് പോകാനും സാധിക്കില്ല. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾക്ക് ഈ മുൾവേലി തകർത്തുകൊണ്ട് അകത്തേക്ക് വരാനും സാധിക്കില്ല. നാച്ചുറൽ കമ്പുകൾ കൊണ്ടാണ് ഒരു മുൾവേലികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇവർക്ക് മറ്റ് ഇരുമ്പ് വെച്ചുള്ള മുൾവേലികൾ കെട്ടാൻ വേണ്ടിയുള്ള പൈസയൊന്നും ഇല്ല ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറൽ കമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു മുൾവേലികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ. നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് ഈ രാജസ്ഥാനിലെ ജനങ്ങളുടെ കൃഷിസ്ഥലമാണ്. വലിയൊരു കാർഷികമായിട്ടുള്ള കൃഷിസ്ഥലമല്ല നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. വളരെ ചെറിയൊരു ഫീൽഡാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഭയങ്കര വെയിലായതുകൊണ്ട് ഈ സമയത്ത് അവർ ജോലി ചെയ്യുന്നില്ല. ഇപ്പോൾ അവർ ഇത് വിശ്രമിക്കുന്ന സ്ഥലമാണ് അവരുടെ. നമുക്ക് കൃഷിസ്ഥലം ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാം. കൃഷി ചെയ്യുന്ന
ചെയ്യുന്നതിന് വേണ്ടി അവരിരിക്കുകയാണ്. ഇന്നലെ നല്ലൊരു മഴ കിട്ടിയത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം വേണമല്ലോ. രാജസ്ഥാനിൽ വെള്ളത്തിന് എത്രമാത്രം ഷോർട്ടേജ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു കാര്യമാണത്. അത്രമാത്രം വലിയൊരു കിണറിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്രമാത്രം ആഴമാണ് നമ്മളുടെ കിണറിനുള്ളത്. ഈ കിണറ്റിൽ നിന്നാണ് ഇവർ കുടിക്കാനും അതോടൊപ്പം തന്നെ കൃഷിക്ക് വേണ്ടതുമായിട്ടുള്ള വെള്ളം എടുക്കുക. അപ്പൊ രാജസ്ഥാനിലെ കുട്ടികളോടൊപ്പം നമ്മൾ ഇന്നത്തെ ഈ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. നമുക്ക് ഇന്ന് ഒരു സ്കൂളിൽ പോയി നമ്മൾ സ്ത്രീ ശാക്തീകരണ ശക്തിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇവരുടെ ഗ്രാമത്തിലെ ചില കാഴ്ചകളൊക്കെ കണ്ടു. ചിലപ്പോൾ 1-2 എപ്പിസോഡുകളിലായിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ പോലും എല്ലാത്തിനും ഒരുപാട് നന്ദി ഇവർക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ടാറ്റ എടുത്തേ.